പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹമായി തീരട്ടെ. ഫെയ്ത്ത് ലൈഫ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ദൈവിക ചിന്ത ബലഹീനനെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നാം ബലഹീനനാണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ കൊള്ളരുതാത്തവളാണ്, മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് നിൽക്കാനുള്ള യോഗ്യതയില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് കഴിവില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് പ്രാഗൽഭ്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ബലഹീനരാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ, സർവശക്തനായ ദൈവം മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി നമ്മെ വെളിപ്പെടുത്തുന്നത് ബലഹീനനെ ദൈവാത്മാവ് ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പലപ്പോഴും ഞാൻ രോഗിയാണ്, എനിക്ക് ബലമില്ല. പലപ്പോഴും ഞാൻ പരാജിതനാണ്, എനിക്ക് ബലമില്ല. പലപ്പോഴും ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവനാണ് എന്ന് നാം വിധി എഴുതുമ്പോൾ, സർവശക്തനായ ദൈവം നമ്മെ നോക്കി വചനത്തിൽ കൂടി വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ ബലപ്പെടുത്തുവാനിടയായിത്തീരും, ബലഹീനനെ താങ്ങുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന് ആധാരമായിട്ട് ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സർവശക്തനായ ദൈവം അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിനാ ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. അവിടെ കാണാൻ കഴിയുന്ന മർമ്മം എന്ന് പറയുന്നതാ, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുവാനിടയായിത്തീരും. കർത്താവിന്റെ ശക്തി നിന്റെ ബലഹീനത എവിടെയാണോ, നീ ബലഹീനനെന്ന് എവിടെയാണോ നിനക്ക് തോന്നുന്നത്, അവിടെ സർവശക്തനായ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ അവിടെ നിന്ന് പ്രവർത്തിക്കപ്പെടുവാൻ ഇടയായിത്തീരും. അതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ ഉള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. വെളിപ്പാടുകളുടെയും ദർശനങ്ങളുടെയും ആധിക്യം കൊണ്ട് നിഗളിക്കാതിരിക്കേണ്ടതിനാണ് ദൈവാത്മാവ് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശൂലം കൊടുക്കുവാനിടയായി തീർന്നു. ആ ശൂലം തന്റെ ശരീരത്തിൽ നേരിട്ടിരിക്കുമ്പോഴാണ് ദൈവാത്മാവിനോട് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുവാനിടയായി തീരുന്നത്. ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, പലവിധമാകുന്ന ശൂലം നിന്റെ മേലിരിക്കുമ്പോൾ നീ ഭാരപ്പെട്ടു പോകാതെ, ബലഹീനനെന്ന് ചിന്തിക്കാതെ, രോഗമെന്ന ശീലം, ശൂന്യതയെന്ന ശീലം, പരാജയമെന്ന ശീലം, ശൂലം ജീവിത മേഖലയിൽ അനുഭവിക്കുന്ന പലവിധമാകുന്ന ശൂലം നീ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം വിളിച്ചു പറയും, നീ അനുഭവിക്കുന്ന ശൂലം ഏതാണോ അതിന്റെ നടുവിൽ നീ സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകുമ്പോൾ, ആ ശൂലത്തെ മാറ്റി, നിന്റെ ബലഹീനതകളെ മാറ്റി സർവശക്തനായ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിന്റെ ചുരുക്കെടുത്ത് ഇങ്ങനെയാണ് വായിക്കുവാനിടയായിത്തീരുന്നത്. പൗലോസിന്റെ ശരീരത്തിൽ എന്തോ ഒരു മുള്ള വ്യാപരിക്കും. മുള്ളെന്ന് പറയുമ്പോൾ രോഗം തന്റെ ശരീരത്തിൽ, അവിടെ വചനം പഠിപ്പിക്കുന്നത് ഒരു ശൂലം തന്റെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടുവാനിടയായി തീർന്നു. അത് നീക്കണമെന്ന് പൗലോസ് പല പ്രാവശ്യം ദൈവത്തോട് അപേക്ഷിക്കുവാനിടയായി. വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, 2-3 വട്ടം ദൈവത്തോട് താൻ അപേക്ഷിക്കുവാനിടയായി തീർന്നു.
അപേക്ഷിച്ചപ്പോൾ ദൈവാത്മാവ് കൊടുത്തൊരു മറുപടിയാണ്, എന്റെ കൃപ നിനക്ക് മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഭാരപ്പെടേണ്ട കാര്യമില്ലെന്നാ. നീ അനുഭവിക്കുന്ന ഏത് ബലഹീനതയാണെങ്കിലും അതിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ ശക്തനായ ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്നെ ആരും പരാജയപ്പെടുത്തി കളയാൻ ദൈവം അനുവദിക്കത്തില്ല. നീ രോഗിയാണെന്ന ചിന്ത, നീ ബലഹീനനാണെന്ന ചിന്ത, നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള ചിന്ത, അത് മാറി സർവശക്തനായ ദൈവം, ആ അത്യന്ത ശക്തി എന്റെ മേൽ ഉണ്ട് എന്നുള്ള ആ ഒരു പ്രത്യാശ നിന്റെ മേൽ ഉണ്ടെങ്കിൽ സർവശക്തനായ ദൈവം നിന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതാണ് അവിടെ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് വിളിച്ച് പറയാം, നീ അനുഭവിക്കുന്ന ബലഹീനത എന്തുമാകട്ടെ, അത് രോഗമാകട്ടെ, ശൂന്യതയാകട്ടെ, പരാജയമാകട്ടെ, മുന്നോട്ട് കടന്നു പോകാൻ കഴിയാത്ത ഏത് സാഹചര്യവുമാകട്ടെ, സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ബലഹീനതയിൽ നീ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ബലഹീനതയിൽ നിന്നെ കൈത്താങ്ങുന്ന, നിന്റെ ക്ഷീണാവസ്ഥയിൽ നിന്നെ കൈത്താങ്ങുന്ന, നീ ക്ഷീണിച്ചു പോയി എന്ന് പറയുന്ന മേഖലയിൽ നിന്നെ കൈത്താങ്ങുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് എന്നുള്ളത് മറന്നു പോകാതെ ആ സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ, നിന്റെ ബലഹീനതയിൽ നിന്നെ കൈത്താങ്ങി നിന്റെ ബലഹീനതകളെ തുടച്ചു മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. എന്റെ ബലഹീനതകളെ മാറ്റുന്ന ദൈവം അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനിടയായി തീരേണ്ടതിനാ ആ സർവശക്തനായ ദൈവത്തോട് നിലവിളിക്കാം. ഇന്ന് രാത്രികാലം അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.